അത് പോയെടുത്തിനോടോ? അതോടെ വെച്ചില്ലല്ലേ? ഇല്ല. ഇയാൾ പോയെടുത്തില്ലോ? എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കാന്ന് കരുതണ്ട. അവിടെ പൂജിച്ചു വെച്ച മാല എന്റെ കഴുത്തിൽ അഗ്നിസാക്ഷിയായി കെട്ടാനാണ് ഭാവമെങ്കിൽ ശാലിനി അവിടെ മരിച്ചു വീഴും. അത് ഹൃദയം പൊട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്വയം ജീവൻ എടുത്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഒരു മരണം അതുറപ്പാ. ഇതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എല്ലാവരെയും രാഘവേട്ടം കൊണ്ട് എത്തിച്ചിരിക്കുകയാണല്ലോ ശിവ. നോക്കട്ടെ, നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുത്താ പോരെ? വേണ്ട വേണ്ട, എടുക്കണ്ട. ആരാ പെണ്ണിനെ ക്ഷണിച്ചോണ്ട് വരുന്നത്? എന്റെ ഭാര്യ ഭാമ, സത്യഭാമ. ആ, എങ്കിൽ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോളൂ. ഭാമേ, ഭാമേ. ആ, ഞാനിവിടെ ഉണ്ട് രാഘവേട്ട. ശാലിനെ കൂട്ടിക്കൊണ്ടുവാ. രാഘവേട്ട, അത് ഭാമയെ സമയം പോന്ന്. മുഹൂർത്തം കഴിഞ്ഞപ്പോ ഇത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ശ്ശോ. ഡോ, ഇയാള് പോയി നോക്കി ആ വിഷ്ണു അടിച്ചോണ്ട് വാ. എടോ പിള്ളേ. എന്താ? എടോ, ഇയാൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുവാ. പോയി വിഷ്ണു അടിച്ചോണ്ടേ. പോവാം. ആ, രാഘ സാറേ, സ്മൈൽ പ്ലീസ്. ഫോട്ടോയ്ക്ക് ഒരു കുറവും വരുത്തരുത്. ആവശ്യത്തിന് എടുത്തോണം. വേറെ എത്ര ഫോട്ടോ വേണമെങ്കിലും എടുത്തോ, പക്ഷെ ശിവമ്മച്ചമ്പിയുടെ ഫോട്ടോ മാത്രം എടുക്കരുത്. അതെന്താ? അതെ, പറഞ്ഞത് മറന്നുപോയോ? തമ്പാനൊരു ബസ് സ്റ്റാൻഡിലെ ഗുരുവിന്റെ ചീഞ്ഞ തല ഇങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കിയേ. പേടിപ്പിക്കാതാ പുല്ലേ. എന്തോ ഇവിടെ? ഒന്നുമില്ല. സാറിന്റെ ഒരു ഫോട്ടോജനിക്കിനെ കുറിച്ച് നമ്മൾ പറയായിരുന്നു. ഭാമേ, ഭാമേ. മോളെ, നീ ഒട്ടും ഒരുങ്ങിട്ടില്ലല്ലേ? ആ, ഇനിയിപ്പോ ഇതൊക്കെ മതി. മുഹൂർത്തം തെറ്റിക്കണ്ട. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടിറങ്ങി വരായി. ഇങ്ങോട്ട് വരായി. ഇതൊക്കെ വേണം. അതൊക്കെ വേണം മോളെ. വിഷ്ണുവേ, വിഷ്ണു. ഇങ്ങോട്ടിറങ്ങി വാടാ. സത്യം നോക്കി, ശിവലിംഗം സൂപ്പർ ആയിട്ടുണ്ട്. ശരിയാ, നല്ല കളർ. തല പോവും കേട്ടോ. കഴുത്ത്. രാഘവേട്ട, ഇതൊക്കെ ഭാമ മിണ്ടരുത്. നല്ല ദിവസമായിട്ട് ചുമ്മാ ആവശ്യമില്ല. എടാ, ഇങ്ങോട്ടിറങ്ങി വേടാ.
മുഹൂർത്തമായി. എന്നാ പിന്നെ പരസ്പരം മാലയിട്ട് ചടങ്ങുകൾ ആരംഭിക്കാം. ആ എല്ലാം ആചാരപ്രകാരം തന്നെ ആയിക്കോട്ടെ. ദാ വാങ്ങിച്ചോളൂ. ഡാ, അങ്ങോട്ട് വാങ്ങിട്ടാ. അമ്മയുടെ കഴുത്തി അങ്കിള് മാല ഇടാൻ തുടങ്ങുവാണോ? അറിയില്ല പപ്പി, അച്ഛൻ അങ്ങനെയല്ലേ പറയുന്നത്. ദാ ഇനി വാത്തുവിന്. വാത്തു ആണ് ആദ്യം മാലയിടേണ്ടത്. അയ്യോ അല്ല, ഒരു നിമിഷം തിരുമേനി. അയ്യോ അല്ല, രണ്ടുപേർക്കേ ഞാൻ ഒരു മോതിരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അതും കൂടി കൈമാറട്ടെ, മാലയിടാം. എന്താ? ശരി, എന്നാ പിന്നെ അങ്ങനെ ആവാം. മോതിരം എടുത്തോളൂ. ആ പിള്ളേ, ആ താലി മോതിരം വെച്ചാൽ ബോക്സ് ഇടുന്നുണ്ടോ? അത് പോയെടുത്തുണ്ടോ? ആ, അതോടെ വെച്ചില്ലല്ലേ? ഇല്ല. ഇയാൾ പോയെടുത്തല്ലോ. ഓ, ഓ. രാഘവേട്ട, ആമേ, പിള്ളേ ഒന്ന് വേഗം എടുത്തോട്ടോ ഇങ്ങോട്ട്. അവിടെ പോയി ഇരിക്കേ നീ. ഇത് അഴിക്കണം ഇങ്ങോട്ട് വേഗം.